തിരുവനന്തപുരം കഴക്കൂട്ടെത്തി IT ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. പ്രതി ബെഞ്ചമിനായി കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. മധുര സ്വദേശിയായ പ്രതിയുടെ മുൻകാല കുറ്റകൃത്യങ്ങൾ ശേഖരിക്കാനും നീക്കം. പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിലും അന്വേഷണം തുടരുന്നു. ആഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, എന്തൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തുക? എങ്ങനെയാണിപ്പോൾ പുരോഗമിക്കുന്ന അന്വേഷണം? ശ്രുതി, കഴിഞ്ഞ ദിവസം തന്നെ ഈ കഴക്കൂട്ടത്തെ IT ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ബെഞ്ചമിൻ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിലടക്കം നിരവധി മോഷണം, അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ്. പല കേസുകളിലും ഇയാൾ രക്ഷപ്പെട്ടു പോകാറാണ് പതിവ്. പക്ഷേ നിലവിൽ എന്തായാലും കഴക്കൂട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇയാളുടെ മുൻകാല ചരിത്രങ്ങൾ, അതായത് ഈ കേസുകളുടെ ഡീറ്റെയിൽസ് അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം തന്നെ ഈ പ്രതി എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി ലഭിച്ച ഉടൻ തന്നെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിവേഗം തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി ഇയാളെ എത്തിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്രമണം അടക്കമുള്ള സാധ്യത പോലീസ് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ നിലവിൽ ഈ കേസുകൾ ഈ കേരളത്തിൽ ഇയാൾക്ക് മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ, ഇയാൾ ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ കഴക്കൂട്ടം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മുൻകാല ചരിത്രങ്ങളിൽ ഏറ്റവും കൂടുതലായി പോലീസ് തിരയുന്നത് കേരളത്തിൽ ഇയാൾ എത്ര തവണ വന്നു പോയിട്ടുണ്ട്, ഈ കേരളത്തിൽ വന്നുപോയ സമയങ്ങളിൽ എവിടെയൊക്കെ ഇയാൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് മോഷണം നടന്നിട്ടുള്ളത്, ഇയാൾ ഉണ്ടായിരുന്ന ഏതാണ്ട് ആ സമയവും തീയതികളിലും ഈ വന്നുപോയ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കുക. അങ്ങനെ ഇയാൾ കേരളത്തിൽ വന്നു പോയപ്പോൾ ഉണ്ടായത് മുതലുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും പോലീസ് പരിശോധിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇയാൾ ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ്. അടിക്കടി തിരുവനന്തപുരത്തേക്ക് വന്നു പോകുന്ന ഒരാളാണ്. ഇത്തരത്തിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇയാളുടെ ലോറിയിൽ മധുരയിൽ നിന്നും സാധനങ്ങൾ, അതൊരു ഹെവി മെഷീനറി കയറ്റി തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ആറ്റിങ്ങലിൽ ഈ ലോഡുകൾ ഇറക്കിയ ശേഷം കഴക്കൂട്ടത്തെത്തി ഈ വാഹനത്തിൽ തന്നെ ഇയാൾ വൈകുന്നേരത്തോടുകൂടി കിടന്നുറങ്ങുന്നു. രാത്രി ഈ പരിസര പ്രദേശങ്ങളിൽ മോഷണം നടത്തുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കാരണം പിറ്റേ ദിവസം തന്നെ കൊല്ലത്ത് നിന്ന് മറ്റൊരു സാധനവുമായി ഇയാൾക്ക് തിരിച്ച് മധുരയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരു സമയത്ത് ഈ കഴക്കൂട്ടത്തെ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ മോഷണം നടത്താൻ കഴിയും എന്നതിനെ കുറിച്ച് കൂടി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ആഷിൻ ഡിയേഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.